പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ മുൻകാലത്ത് CPM-ൽ രൂപം കൊണ്ടിരുന്ന വിഭാഗീയത ഇന്ന് കള്ളക്കടത്ത് മാഫിയകളുടെയും വർഗീയ ചേരിതിരിവുകളുടെയും പേരിലാകുമ്പോൾ CPM-ൽ രൂപം കൊള്ളുന്നത് ഇന്നുവരെ കാണാത്ത ഗ്രൂപ്പ് സമവാക്യങ്ങൾ. മുഹമ്മദ് റിയാസിനെ ഉയർത്തിക്കാട്ടുന്ന പിണറായി വിജയന്റെ നിലപാടുകളിൽ അതൃപ്തരായവർ പുതിയ ഗ്രൂപ്പുമായി പോരാട്ടത്തിനിറങ്ങിയപ്പോൾ അവർ ആയുധമാക്കിയ PV അൻവർ മുന്നോട്ട് നീങ്ങുന്നത് CPM-ന്റെ അടിത്തറ ഇളക്കുന്ന നീക്കങ്ങളുമായി. ആത്യന്തികമായി CPM-ന്റെ സമ്പൂർണ്ണ നാശത്തിന് നിലവിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വഴിവെക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പിണറായി വിജയനെതിരെ ഇന്ന് CPM-നുള്ളിൽ നീക്കങ്ങൾ സജീവമെങ്കിലും അതിന്റെ ഭാഗമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ പലരും മടിച്ചു നിൽക്കുമ്പോഴാണ് അവരുടെ കയ്യിലെ ആയുധമായി PV അൻവർ മാറുന്നത്. ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും കടന്നാക്രമിച്ച അൻവർ മുഖ്യമന്ത്രിക്കെതിരായ ഒരു വികാരം പൊതുവിൽ സൃഷ്ടിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ അവിടം കൊണ്ട് അടങ്ങാൻ തയ്യാറാകാതിരുന്ന അൻവർ പിണറായി വിരുദ്ധ ചേരിയുടെ കണക്കുകൂട്ടൽ കൂടി തെറ്റിച്ച് മതരാഷ്ട്രവാദികളുടെ നിലപാടുമായി മുന്നോട്ടു പോവുകയും CPM-നുള്ളിൽ തന്നെ അത്തരം നിലപാടുള്ളവരെ ചേർത്ത് നിർത്താനുള്ള നീക്കം ശക്തമാക്കുകയും ചെയ്തു. ഇതോടെ അൻവറിനെ കൈവിട്ട MV ഗോവിന്ദനും AN ഷംസീറും അടക്കമുള്ളവർ പാർട്ടി സമ്മേളനങ്ങളിൽ പിണറായി വിരുദ്ധ ചർച്ചകൾ സജീവമാക്കാനും അൻവറിനെ വിമർശിക്കാനും ശ്രദ്ധിക്കുന്ന സമീപനത്തിലേക്ക് മാറുകയായിരുന്നു. ഇടതുമുന്നണി വിടാൻ തയ്യാറായി നിൽക്കുന്ന അൻവർ വർഗീയ ചിന്ത ശക്തമാക്കി പാർട്ടിയിൽ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമമാണ് ഇന്ന് നടത്തുന്നത്. ഇതേസമയം CPM-ൽ നിന്ന് അകന്നുപോയ ഹൈന്ദവ വോട്ടുകൾ സ്വരൂപിക്കാനുള്ള അടവ് നയവുമായി ഇറങ്ങിയ പിണറായി വിജയന്റെ മലപ്പുറം പരാമർശവും നിലവിൽ പാളിയ അവസ്ഥയിലാണ്. എന്നാൽ അൻവറിനൊപ്പമുള്ളത് SDPI-യും ജമാഅത്ത് ഇസ്ലാമിയുമാണെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവനയെ ഇത് നേരത്തെ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അൻവറിനെ കൂടെ നിർത്തിയിരുന്നതെന്ന ചോദ്യത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഗോവിന്ദനെ പരിഹസിക്കുകയാണ്. അൻവറിന്റെ നീക്കം മുൻകൂട്ടി കണ്ടായിരുന്നു തിരുവോണനാളിൽ P ജയരാജൻ നടത്തിയ മതരാഷ്ട്രവാദികളെ കുറിച്ചുള്ള പ്രസ്താവനയെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതേസമയം പിണറായി വിജയനെതിരായ ആരോപണങ്ങൾ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം MV ഗോവിന്ദനും കൂട്ടരും തുടരുമ്പോൾ മുതിർന്ന CPM നേതാക്കളെ രംഗത്തിറക്കി വിമർശനത്തിന്റെ മുനയൊടിക്കാനാണ് പിണറായിയുടെ നീക്കം. ഈ തർക്കങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ പ്രത്യയശാസ്ത്രത്തിന് പ്രസക്തി നഷ്ടപ്പെടുകയും കള്ളക്കടത്ത് മാഫിയകൾക്കിടയിലെ തർക്കങ്ങളും അധികാരത്തിന് വേണ്ടിയുള്ള പോരും മാത്രമായി ഇന്നത്തെ CPM-ലെ ചർച്ചകൾ വഴിമാറുന്നു എന്നതാണ് CPM-ലുണ്ടായ പ്രധാന മാറ്റം. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.